മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു അധ്യാപകനായിട്ട് ചേർന്നത്. അപ്പോൾ ആ തവണത്തെ PSCക്ക് എനിക്ക് ഫസ്റ്റ് റാങ്കായി, ഒരു ബഡായി പറയാം. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയപ്പോൾ രാജിവെച്ചിട്ട് മീഞ്ചന്ത ചേർന്നു. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ പോയി വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഉടനെ തന്നെ ചേർന്ന ഉടനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. 78 ജോലി ചേർന്നവർ. മാതൃഭൂമിയിലുള്ളപ്പോൾ മാതൃഭൂമിയുടെ അഡ്രസ്സ് വെച്ചാണ് കല്യാണക്കത്ത് അടിച്ചിരുന്നത്. എന്നിട്ടാണ് ഞാൻ അവിടെ ചേർന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയുടെ പേര് ഖദീജ എന്നാണ്. അവിടെ മീഞ്ചന്ത താമസാക്കി ഒരു വാടക വീട്ടിൽ. അപ്പോൾ അവൾക്ക് അപ്പോഴേക്ക് കല്ലായി പോസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പം ഞാൻ മീഞ്ചന്തി, അവൾ കല്ലായി. ഒരു 5-8 മിനിറ്റ് യാത്ര ചെയ്യാനേ ഉള്ളൂ അവൾക്ക്. എനിക്കാണെങ്കിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരമാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മോളുണ്ടായി. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ വേണ്ടി ഉമ്മ വരും. അപ്പോൾ അതിലെന്നെ അമ്പരപ്പിച്ചൊരു സംഭവം ഉണ്ടായി. എന്നുവെച്ചാൽ ഖദീജ കൊലായിൽ മോളെ എടുത്ത് നിൽക്കുന്നു. ഞാനെന്തോ പത്രം വായിക്കുക എന്തോ അങ്ങനെ. അപ്പോഴാണ് ഉമ്മ ഒരു മുന്നറിയിപ്പില്ലാതെ കയറി വരുന്നത്. അന്നിങ്ങനെ ഫോണൊന്നുള്ള കാലമല്ല. അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മ വളരെ ആവേശത്തിൽ മാളു എന്നും പറഞ്ഞ്, എൻ്റെ മോൾ, അവൾ ചെറിയ കുട്ടി, അവൾക്ക് 1 വയസ്സാകുന്നേ. അപ്പോൾ അവൾ പേടിച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു. ഞാൻ ആ രംഗം കണ്ട അമ്പരന്നു. ഞാൻ വിചാരിച്ചു, എൻ്റെ മകൾക്ക് എൻ്റെ ഉമ്മയെ അറിയില്ല, പിന്നെ എന്തിനാ അതിനൊക്കെ അർത്ഥം? എന്തിനാ ഈ തരത്തിലൊരു കുടുംബത്തിൽ എന്താ അർത്ഥം? എനിക്ക് വളരെ പ്രയാസമായി. ഞാനത് പുറത്തേക്ക് കാണിച്ചില്ല. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു, ഉമ്മയുടെ അടുത്ത് ഭാര്യ മക്കളായിട്ട് താമസിക്കണം. കാരണം ഉമ്മ എത്ര കാലമാണെന്ന് അറിയില്ലല്ലോ, ആരെത്ര കാലമാണെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചക്കയും മാങ്ങയും ഉമ്മയും ബാപ്പിയൊക്കെ എന്നും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിയുന്ന വേഗം കാരശ്ശേരിയിലേക്ക് താമസം മാറ്റണം എന്ന് ഞാൻ മനസ്സിൽ ഓർപ്പിച്ചു. ആരോട് പറഞ്ഞില്ല. അതിൻ്റെ ഒരു പ്രയാസപ്പുള്ള രംഗം എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഉമ്മ ഇങ്ങനെ കൈ നീട്ടുമ്പോൾ പേടിച്ചിട്ട് എൻ്റെ മകള് പേടിച്ച് കരഞ്ഞിട്ട് അങ്ങോട്ട് പിന്നോട്ട് അവളുടെ ഉമ്മയുടെ ഒക്കത്തുനിന്ന് തിരിയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കോടഞ്ചേരി ഒരു ഗവൺമെൻറ് കോളേജ് വന്നു. ഗവൺമെൻറ് കോളേജ് വന്നപ്പോൾ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കാരശ്ശേരി താമസിക്കുകയാണെങ്കിൽ കോടഞ്ചേരി കോളേജിൽ പോയി വരാം. അപ്പോൾ രാവിലെ അവിടുന്ന് പോന്നാൽ മതി, രാത്രി അവിടെ എത്തും, വൈകുന്നേരം അവിടെ എത്തും കോളേജ് വിട്ടാൽ. അന്ന് ചില ബസ്, ഇപ്പോൾ മുക്കത്തുനിന്ന് കോടഞ്ചേരിക്ക് നേരിട്ട് ബസ്സില്ല, എന്നാലും സാരില്ല എന്ന് വിചാരിച്ചാൽ. അപ്പോഴാണ് ഈ കോളേജ് വന്നപ്പോൾ അവിടേക്ക് പുതിയ ആളുകൾ ക്ഷണിക്കാനൊക്കെ ആയിട്ട് എൻ്റെ പഴയ സുഹൃത്ത് VD ജോസഫും 1-2 സുഹൃത്തുക്കളും കൂടി കോളേജിൽ വന്നു. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കാരശ്ശേരി സാറ് ഈ കോടഞ്ചേരിക്ക് വരണം, അവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അത് കോളേജിനൊരു കാര്യമായിരിക്കും, അവിടെ ഒരു പുതിയൊരു അന്തരീക്ഷം ഉണ്ടാക്കണം, നമ്മൾ മലയോര പ്രദേശമാണല്ലോ സാറ്, ഞങ്ങൾ നാട്ടുകാരെന്നുള്ള എനിക്ക് എന്നൊക്കെ പറഞ്ഞ് VD ജോസഫ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോസഫിനോട് പറഞ്ഞു, ആയിക്കോട്ടെ ജോസഫ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് മാറ്റണമെന്ന് ഒരപേക്ഷ കൊടുത്തു ഗവൺമെൻറ്റിലേക്ക്, ഞാൻ അപേക്ഷ കൊടുക്കുന്നില്ല, അപ്പോൾ അതെന്താ സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് അപേക്ഷിച്ചിട്ട് മാറാനുള്ളൊരു ചാൻസ് ഞാൻ കളയേണ്ടത്, നിങ്ങൾ ഏതായാലും അപേക്ഷ കൊടുക്കണ്ടല്ലോ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ തായാട്ട് ശങ്കരൻ മാഷ് അന്ന് ഞങ്ങൾ സഹപ്രവർത്തകരാണ്, അദ്ദേഹം എൻ്റെ തൊട്ട മേശയ്ക്ക് ഇരിക്കുന്ന ആളാണ്, ഞങ്ങൾ വലിയ സൗഹൃദമാണ്. അപ്പോൾ തായാട്ട് എന്നോട് പറഞ്ഞു, താൻ ഈ ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെയുള്ള പുതിയ സ്ഥലത്തൊക്കെ ചെന്ന് അവിടെയൊക്കെ പുതിയൊരു ലൈബ്രറി, പുതിയൊരു സംസ്കാരം, പുതിയൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന്. അങ്ങനെ ഞാൻ കോടഞ്ചേരിയിലേക്ക് മാറ്റം കിട്ടി. ഞാൻ മീഞ്ചന്തയിൽ നിന്ന് പോന്നു. അപ്പോൾ പോകുന്നതിൽ എനിക്കുള്ള വലിയ ആനന്ദം എന്താ വെച്ചാൽ, എനിക്ക് ഉമ്മയുടെ കൂടെ തറവാട്ടിൽ താമസിക്കാൻ കാരശ്ശേരി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, 3 കിലോമീറ്റർ രാവിലെ ഞാൻ മുക്കത്തേക്ക് നടക്കണം. പിന്നെ ഞാൻ മുക്കത്തുനിന്ന് ബസ് കയറിയിട്ട് ഒന്നുകിൽ കൂടത്തായി ഇറങ്ങി 1/4 മണിക്കൂർ കാത്തു നിന്നിട്ട് കോടഞ്ചേരി ബസ്സിന് കയറി പോകണം, അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് നേരെ താമരശ്ശേരി പോയി താമരശ്ശേരിയിൽ നിന്ന് കോടഞ്ചേരിക്ക് പോകണം. അവർ തിരിച്ചു പറഞ്ഞു. അവരെൻ്റെ ഭാര്യയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ്,
അവളങ്ങനെ നടന്ന് പരിചയമുള്ള ആളല്ല. അവൾ തലശ്ശേരി നഗരത്തിൽ ജീവിച്ച് പരിചയമുള്ള ആളാണ്. അവളുടെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ പോസ്റ്റ് ഓഫീസിൽ പോകുക, ഒരു ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരാതെ അവൾക്ക് പരിചയമുള്ളൂ. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ബസ്സൊന്നുമില്ല. കാരശ്ശേരിയിൽ അപ്പോഴേക്ക് ഭാഗ്യത്തിന് കരണ്ട് വന്നു. 79 അവിടെ കരണ്ട് വരുന്നത്. 74 ഞാൻ MA പാസ്സാകുന്നത്. 78 എൻ്റെ കല്യാണം. 79 അവിടെ കരണ്ട് വന്നു. പിന്നെ അവിടേക്ക് കാരശ്ശേരിയിലേക്ക് ബസ് വരുന്നത് പിന്നെ 84. അപ്പം ഞാനീ പറഞ്ഞ സമയത്ത് അവിടെ ബസ്സായിട്ടില്ല. അപ്പോൾ രാവിലെ 3 കിലോമീറ്റർ ഭാര്യ മുക്കം പോസ്റ്റ് ഓഫീസിൽ നടക്കണം, തിരിച്ച് നടക്കണം. പക്ഷെ അവൾക്കൊരു സന്തോഷമുള്ളത് എന്താ വെച്ചാൽ മോളെ നോക്കാൻ ഉമ്മയും അവിടെ ഉമ്മയുടെ അടുത്ത് ആൾക്കാരും അവിടെ കുഞ്ഞാമിനാച്ചി അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് ഉമ്മയും മകളും തമ്മിൽ വളരെ പിന്നെ സ്വാഭാവികം പേരക്കുട്ടിയായിട്ട് ഒരു വല്യമ്മ ബന്ധായി എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഉമ്മ വളരെ സന്തോഷവതിയായിരുന്നു. കാരണം ഞാൻ 67 10ാം തരം പാസ്സായിട്ട് പിന്നെ ഞാൻ നാട്ടിലുണ്ടായിട്ടേ ഇല്ല. ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചു 5 കൊല്ലം. അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു 2 കൊല്ലം. പിന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നത് കോഴിക്കോട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂരാണ്. അത് കഴിഞ്ഞ് ഒന്ന് റിസർച്ചിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞ് പിന്നെ മാതൃഭൂമി കിട്ടി. അപ്പോൾ ഞാൻ കോഴിക്കോട് മാവൂർ റോഡിനടുത്തുള്ള MES ഹോസ്റ്റലിൽ താമസം. അവിടെ നിന്നാണ് ഞാൻ ആർട്സ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെറിയ കുഞ്ഞുമായിട്ട് ഉമ്മയുടെ കൂടെ താമസിക്കുന്നത്. ഉമ്മ വളരെ സന്തോഷവതിയായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് അന്ന് ബാപ്പയുണ്ട്. അപ്പോൾ അവർ രണ്ടാളും വളരെ അതെനിക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ ഞാനും ഭാര്യയും കുറച്ച് ബുദ്ധിമുട്ടിയാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് സന്തോഷമായല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാനങ്ങനെ ആ സമയത്ത് എനിക്ക് വളരെ ചരിതാർത്ഥമുള്ളൊരു സംഗതിയാണ്. 82 ബാപ്പ മരിച്ചുപോയി. അപ്പോൾ ബാപ്പ എൻ്റെ 2 കുട്ടികളെയും കണ്ടു. മൂത്തത് പെൺകുട്ടിയാണ് നിഷ. അവളെ ബാപ്പയ്ക്ക് സ്വാഭാവികമായിട്ടും വലിയ ഇഷ്ടമായിരുന്നു. അതിൻ്റെ താഴെ ആഷ്ലി എന്നൊരു കുട്ടിയുണ്ട്. അവരും കൂടി കണ്ടിട്ടാണ് ബാപ്പ മരിച്ചത്. അപ്പോഴൊക്കെ ഞാൻ കോടഞ്ചേരില്ല. അപ്പോൾ കോടഞ്ചേരി വിശേഷം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു പഴയ കുടിയേറ്റ കേന്ദ്രമാണത്. അത് ഇന്നിപ്പോൾ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലാണ്. അത് വയനാട് ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ അവിടെ അന്ന് വിജയൻ പിള്ള എന്നൊരു കോമേഴ്സ് അധ്യാപകനാണ് അവിടെ പ്രിൻസിപ്പൽ. ഞാൻ ചെല്ലുമ്പോൾ അവിടെ പെർമനൻ്റ് ഹാൻഡ് എന്ന് പറയാൻ ആരുമില്ല. എല്ലാവരും എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്നവരും സ്ഥിരപ്പെട്ട ഒരാളുമില്ല. ആദ്യമായിട്ട് അവിടെ കോടഞ്ചേരിയിൽ ഒരു ശരിക്കുള്ള PSC നിയമനം കിട്ടി വരുന്ന ആദ്യത്തെ അധ്യാപകൻ ഞാനാണ്. അപ്പോൾ കുട്ടികളൊക്കെ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ തമാശയാണ്, എനിക്ക് മലയാളം അധ്യാപകനാണല്ലോ ഞാൻ. അപ്പോൾ എനിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 1 മണി വരെ ഉള്ളൂ. അപ്പോൾ ഞാനെന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മുക്കത്തുനിന്ന് ബസ് കയറി, ബസ്സില്ല, അപ്പം പുറത്തായി കാത്തു നിന്ന് അവിടുന്ന് അങ്ങോട്ട് ആ ബസ്സില്ലെങ്കിൽ പിന്നെ താമരശ്ശേരി പോയി. ഞാൻ എത്തുമ്പോൾ എന്തായാലും ഒരു 11-11:30 ആവും. കുഴപ്പമില്ല, 12 മണിക്ക് ഒരു ക്ലാസ്സേ ഉള്ളൂ. കാരണം 2 ബാച്ചേ ഉള്ളൂ. അവർ ഒന്നിച്ചു കൂട്ടി ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ അവിടുന്ന് ബസ്സില്ലാത്തതുകൊണ്ട് 2:30 പോരും. അങ്ങനെ ഒരു സംവിധാനമായി. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം വന്നു. പ്രശ്നം എന്ന് വെച്ചാൽ അന്നിപ്പോൾ അവിടെയുള്ള അധ്യാപകർ ഇംഗ്ലീഷിൽ P. കോയ, ഞങ്ങളന്ന് ഒന്നിച്ചാണ് പോക്കും വരവൊക്കെ, ഞങ്ങൾ ഒന്നിച്ചാണ് ചായ കൂടിയും വർത്താനമൊക്കെ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി. പിന്നെ ഹിന്ദിയിൽ ഒരു മോഹനൻ, മാത്സിന് ഒരു അബ്ദുല്ല, അങ്ങനെ പിന്നെ ചില പാർട്ട് ടൈമായിട്ടൊരു പ്രസന്ന എന്നൊരു ടീച്ചർ, അങ്ങനെ കുറച്ച് ഇപ്പോൾ വളരെ കൊല്ലം മുമ്പാണ്, എല്ലാവരും പേരെനിക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ദിവസം പ്രിൻസിപ്പൽ എന്തോ മെമ്മോ കൊടുത്തയച്ചപ്പോൾ സ്റ്റാഫ് റൂമിൽ ആളില്ല. അപ്പം ഞാൻ സ്റ്റാഫ് സെക്രട്ടറി. അപ്പോൾ വിജയൻപിള്ള സാറ് പിറ്റേന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, കാരശ്ശേരി ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഇവിടെ ആരും ഇരിക്കുന്നില്ല, 4 മണി വരെ ഇവിടെ ഇരിക്കേണ്ടതാണ്, 10 തൊട്ട് 4 മണി വരെ എല്ലാവരും ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ എനിക്കത് കേൾക്കാനുള്ള അർഹതയില്ല. എന്താ, ഞാൻ 11 മണിക്കാണ് വരുന്നത്, ഞാൻ 2:30 പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ ഇത് ഈ പറഞ്ഞുകൊണ്ട് കേൾക്കാനുള്ള? അല്ല, അത് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്, ഇവിടെ വേറെ ചില അധ്യാപകർ അവരിപ്പോൾ കാരശ്ശേരി പോകുന്നത് ബസ്സില്ലാത്തതുകൊണ്ടാണ്, ഇവരിവിടെ തന്നെയുള്ള ആൾക്കാരാണ്, ഇവിടെ ഇരിക്കുന്നില്ല, അങ്ങനെ.
അപ്പം ഞാൻ ചോദിച്ചു, സാറിനിപ്പോൾ ഇത് ഇവിടെ 10 മുതൽ 4 വരെ സ്റ്റാഫ് റൂമിൽ ആൾ വേണമെന്നാണോ പറയുന്നത്? അതെ, ആൾ വേണമെന്നാണ്. എന്നാൽ പിന്നെ ഒരു കാര്യമുള്ളൂ, ഞാൻ ഇവിടെ താമസാക്കാം, അല്ല അത് ബുദ്ധിമുട്ടാവില്ല. ഞാൻ പറഞ്ഞ് രണ്ടും കൂടി നടക്കില്ല. ഞാനിവിടെ സീനിയറായ അധ്യാപകൻ, പിന്നെ സ്റ്റാഫ് സെക്രട്ടറി. അപ്പം ഞാൻ ഇവിടെ ഇരിക്കാതെ 10 മുതൽ 4 വരെ ഞാനിവിടെ ഇരിക്കാതെ ഞാനിങ്ങനെ വേറെ ആൾ ഇരിക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ ആൾ ഇരിക്കണം എന്ന് സാറ് പറഞ്ഞാൽ എങ്ങനെ ഞാൻ അനുകൂലിക്കാം? അല്ല അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് വട്ടമറ്റത്തിൽ അബ്രഹാം എന്നുള്ള സാറിൻ്റെ വീട്ടിലാണ്, പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുകയാണ്. അവിടെ പിന്നെ നമ്മുടെ വേറെ ചില സുഹൃത്തുക്കൾ ഈ പറഞ്ഞ അബ്ദുല്ല, മോഹനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഞാൻ ഇന്ന് സാറിൻ്റെ കൂടെ വരാം, അബ്രഹാം സാറിനോട് ചോദിക്കാം. അപ്പോൾ അബ്രഹാം സാറ് വളരെ സന്തോഷപൂർവ്വം എന്നെ സ്വീകരിച്ചു. കാരണം അവിടെ മുറിയുണ്ട്, അവിടെ ആരുമില്ല. അദ്ദേഹത്തിന് 12 മക്കളുണ്ട്, ആരും അവിടെ ഇല്ല. അദ്ദേഹം എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസ വിപ്ലവത്തിലേക്ക് നാളത്തേക്കൊരു ലൈംഗിക സദാചാരം തുടങ്ങിയുള്ള പുസ്തകങ്ങൾ എഴുതിയ ഫാദർ കാപ്പനുണ്ട്, ഫാദർ എസ് കാപ്പൻ. അദ്ദേഹം മരിച്ചുപോയി. ഫാദർ എസ് കാപ്പൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അർച്ചന എന്ന പേരായിട്ടൊരു ചർച്ചുണ്ട്, അവിടുത്തെ പ്രീസ്റ്റായിരിക്കും എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് അബ്രഹാം സാറിൻ്റെ ഭാര്യ, ഞങ്ങൾ അവരെ അമ്മച്ചി എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉറപ്പിച്ച് ഞാൻ രാത്രി വീട്ടിലേക്ക് പോയി. അതിരാവിലെ ഞാൻ വന്നിട്ട് എനിക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. പ്രിൻസിപ്പൽ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 മുതൽ 4 വരെ എല്ലാ അധ്യാപകരും സ്റ്റാഫ് റൂമിൽ ഉണ്ടാവണം, അത് സർക്കാരിൻ്റെ ഒരു നിശ്ചയമാണ്, എല്ലാവരും ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു അധ്യാപകൻ ചോദിച്ചു, സ്റ്റാഫ് സെക്രട്ടറി ആണല്ലോ കാരശ്ശേരി സാറ്, അദ്ദേഹം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് എടുക്കേണ്ട ഇതിപ്പോൾ പ്രിൻസിപ്പലിന് പറയാനുള്ളത് പറഞ്ഞു, നമുക്ക് പറയാനുള്ളത് മറുപടി പറയാം. അപ്പോൾ അവർ ചോദിച്ചു സാറെന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു നമ്മൾ ഇതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മീറ്റിംഗ് പിരിഞ്ഞു. അപ്പോൾ എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾ സുലൈമാനാണ്, അദ്ദേഹം കോമേഴ്സിൻ്റെ അധ്യാപകനാണ്, അദ്ദേഹം താമരശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് 10 മുതൽ 4 വരെ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒന്നുള്ളത് പി കോയാണ്, അദ്ദേഹം പലപ്പോഴും 4 മണി വരെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷും ക്ലാസ് കഥയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൂടെ പോരും. പിന്നെ ഉള്ളതൊക്കെ അവിടെ ലോഡ്ജിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്, അധ്യാപകർ. അവർ 2 മണിയായപ്പോൾ 2:30 ആയപ്പോൾ അവരെന്നോട് ചോദിച്ചു സാറിൻ്റെ ബസ് പോലും സാറ് പോകുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 4 മണി ഇരിക്കുകയാണ്. അപ്പോൾ അവർ പോകാൻ കുടുങ്ങി. അപ്പോൾ എന്താണ്? അപ്പോൾ അവർ 4 മണി വരെ ഇരുന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. അപ്പോൾ ഞാൻ വിജയൻപിള്ള സാറിൻ്റെ കൂടെ പോവാണ് എങ്ങോട്ട്, താമസത്തേക്ക്. പിറ്റേന്ന് രാവിലെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ അവിടെ താമസാക്കി. അങ്ങനെ ആ പ്രശ്നം അന്ന് പരിഹരിച്ചു. അപ്പോൾ അവിടുത്തെ താമസം, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോരും. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി, ശനി മുഴുവൻ, ഞായർ മുഴുവൻ, തിങ്കളാഴ്ച രാവിലെ ഞാൻ പോകും. അപ്പോൾ ആകെ 4 ദിവസം ഞാൻ രാത്രി വീട്ടിലില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആർക്കും ഒരു പ്രശ്നമില്ല. അങ്ങനെ വളരെ സന്തോഷമായി. അവിടെ ആണെങ്കിൽ അന്ന് കോളേജ് സ്പോൺസറിങ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അന്നത്തെ അവിടുത്തെ ഫെറോന ചർച്ചാണ് കോടഞ്ചേരി, അവിടുത്തെ പാതിരി, അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് ആറുപറാണ്. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ കൂട്ടത്തിൽ, പിന്നെ അവിടെയൊക്കെ അടുത്ത പ്രദേശമൊക്കെയുള്ള വായനശാലകളിൽ, ഗ്രന്ഥാലയങ്ങളിൽ, സ്കൂളുകളിലൊക്കെ പ്രസംഗിക്കാൻ പോവുക. അന്ന് അവിടെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. 1-2 അവാർഡ് കിട്ടിയ അബ്രഹാം സാറുണ്ടായിരുന്നു. ഞാനൊരു വലിയ ലോഹിയായിരുന്നു, അത് ഹൈസ്കൂളിലാണ്. അവാർഡ് അബ്രഹാം എന്നാണ് അദ്ദേഹത്തെ അനുമോദിച്ചും പരിഹസിച്ചുമൊക്കെ വിളിക്കുക. പിന്നെ OJ വർക്കി എന്ന് പറയുന്ന ഒരു കക്ഷി, അവിടെ അദ്ദേഹത്തിൻ്റെ പാരലൽ കോളേജ് നടക്കുന്നതിൻ്റെ ബിൽഡിങ് വാടകയ്ക്ക് ഒഴിഞ്ഞു നിന്നിട്ടാണ് അവിടെ കോളേജ് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരലൽ കോളേജ് നിന്നുപോയി. അപ്പോൾ പ്രിൻസിപ്പൽ എന്നെ പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാൻ വേണ്ടി അവിടെ ചില ക്ലാസ്സൊക്കെ എടുത്തിരുന്നു, കാരണം കുട്ടികളുടെ പരീക്ഷ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ തങ്കച്ചൻ എന്നൊരാളാണെന്ന് കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്. അങ്ങനെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിട്ടുള്ള പലരുമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു സെലിബ്രിറ്റി ആയിരുന്നു പറയാം, കാരണം പല പരിപാടികൾക്ക് അവരെന്നെ വിളിക്കും. എനിക്ക് പോകാൻ സന്തോഷമാണ്, കാരണം അന്ന് വേറെ പണിയും തിരക്കൊന്നുമില്ല. പിന്നെ എനിക്കൊന്നും പഠിപ്പിക്കുന്നതിനൊന്നും ഒരു ഭാരമല്ല. എന്താ അത്, അവിടെ ആകെ ഒരു ക്ലാസ്സേ ഉള്ളൂ, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ചധികം കുട്ടികളുണ്ട്. അപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ ഒരുങ്ങാനോ അങ്ങനെ ഒന്നുമില്ലല്ലോ, പ്രീ ഡിഗ്രി പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് പരിചയമുള്ള പുസ്തകങ്ങളാണ്, എനിക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ്. അങ്ങനെ അപ്പോൾ അവിടെ
2 കൊല്ലം ഞാൻ അവിടെ, അതായത് 80-82 കാലത്ത് ഞാൻ കോടഞ്ചേരിക്കാരനായിരുന്നു. പിന്നെ 25-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി സംസാരിച്ച് പോന്നു. അവിടെയുള്ള പല വിദ്യാർത്ഥികളും അന്നത്തെ പല സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് ലോഹ്യമുണ്ടെന്നുള്ള മോഹൻ അബ്ദുല്ലയൊക്കെ ആയിട്ട് ഞാനിപ്പോഴും വലിയ ബന്ധമാണ്. മോഹൻ ഇപ്പോൾ റിട്ടയർ ചെയ്തു. പിന്നെ കൊച്ചിയിൽ കുസാറ്റിൽ അധ്യാപകനായിരുന്നു മോഹൻ. അങ്ങനെ അപ്പോൾ കോടഞ്ചേരി എന്നുള്ളത്, അതുപോലെ അന്ന് ഞാൻ കുടിയേറ്റത്തിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചു. ഞാൻ അവിടെ ഒരു കോളേജ് മാഗസിൻ ഞാൻ വർഷാന്താന്ന് പേരിട്ടു. അതിൽ ആദ്യത്തെ കൊല്ലം തന്നെ മാസിക ഇറക്കി. അതിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രമൊക്കെ കൊടുത്തിരുന്നു. അന്നിപ്പോൾ കോളേജിൻ്റെ നേരെ മുമ്പിൽ വടക്കേലെ വർക്കിച്ചേട്ടൻ എന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊക്കെ ഒരുപാട് ആളോട് ഒരു ഉദാഹരണമാണ് വർക്കിച്ചേട്ടൻ്റെ കുടിയേറ്റത്തിൻ്റെ പഴയകാല കഥകളൊക്കെ പഠിച്ച്, അങ്ങനെ കുടിയേറ്റ ചരിത്രമായിട്ട് എനിക്കൊരു ശരിക്കുള്ളൊരു അഭിമുഖീകരണം ഉണ്ടായി. അത്തരം കാര്യങ്ങൾ പറയുന്ന നോവലുകളും നാടകങ്ങളും സിനിമകളും, ഇപ്പോൾ SK പൊറ്റക്കാടിൻ്റെ വിഷകന്യക എന്നുള്ള നോവൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രം, അങ്ങനെ കുടിയേറ്റ ചരിത്രവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു. അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട്, അതുപോലെ എനിക്ക് വലിയ അടുത്ത് പരിചയമില്ലാത്ത ക്രിസ്ത്യൻ കുടുംബങ്ങളുമായിട്ട് സമുദായമായിട്ടും അവരുടെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ബന്ധം കിട്ടി. കോടഞ്ചേരിയെപ്പറ്റി എനിക്ക് ഓർക്കാനുള്ളത് നല്ലത് മാത്രമാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും എന്നെപ്പറ്റി അങ്ങനെ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ.